നല്ല നെയ്മീൻ കറി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ്: നെയ്മീൻ, 4 തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ഇതുണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. ഇത് ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ ചൂടായി വന്നു. അതിൽ കുറച്ച് കടുക് ഇതിലേക്ക് വെളുത്തുള്ളി ഇത് വീടിൻ്റെ ഉള്ളിലുള്ള ഇതിലാണ്, അല്ലാണ്ട് വേറെ കുക്കിംഗ് ലാബൊന്നുമല്ല, വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കുന്നതാണ്. വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരട്ടെ. ഉള്ളി ഒരുവിധം ഏകദേശം ചുവന്ന കളറായപ്പോൾ ചെറിയ ഇഞ്ചി സ്ലൈസായിട്ട് പച്ചമുളക് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുന്നു. ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലോണം വഴറ്റുക. അത് പോണില്ലല്ലോ, അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ടോ? ഇതാ കരിപ്പത്ത ആഡ് ചെയ്തു. എന്നാ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാക്കി, ടൊമാറ്റോ പേസ്റ്റായി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ സാധനം ഇതിങ്ങനെ വേവിക്കുക. പോയി ഇത് നല്ലോണം കുക്കാവണം. നല്ലോണം തിളക്കട്ടെ. തിളച്ചതിൽ മിക്സ് ആവട്ടെ. ടൊമാറ്റോൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റി ഇത് മിക്സായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മസാല ചേർക്കണം. മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിനൊപ്പം ലേശം മറ്റേ സാധാ മുളക് പൊടി, കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി, കുറച്ച് കൂടുതലിടുക. അപ്പോൾ കളർ കിട്ടും. എന്നിട്ട് നല്ലോണം ആ പച്ചച്ചോയ പോണ വരെ മിക്സ് ചെയ്യുക.
ഫ്ലെയിം കുറച്ച് വെച്ചു. അത് വെള്ളം ഒഴിക്കും. വെള്ളം കാരണം ഫിഷ് കറിയിൽ വെള്ളം വേണം. ഇത് നല്ലോണം തിളപ്പിക്കണം. നല്ല തിളച്ച് വരണം. തിളക്കട്ടെ. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. തിളക്കട്ടെ നല്ലോണം. അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ച ചുവ കൊണ്ട് പോകണം. നല്ല കളറ് കിട്ടും. ചിലപ്പോൾ നല്ല എരിവും ഉണ്ടാവും. ഇതിങ്ങനെ ചോറ് കപ്പ ഉണ്ടാക്കണ പിന്നെ ഉണ്ടാക്കി തരാം. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. ഈ കുടംപുളി അങ്ങോട്ട് ചേർക്കുക. കുടംപുളി ചേർത്ത് അതിന് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടണം. ഞാൻ ഈ റോക്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഉപ്പെല്ലാം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം തിളയ്ക്കണം. കുടംപുളി നല്ലോണം മിക്സായിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് മത്സ്യം ചേർക്കാം. ഒന്ന് ഇതാക്കി വെച്ച് ഇതിൽ നല്ല കഴുകി വെച്ച നെയ്മീൻ നല്ല നെയ്മീനാണ്. രണ്ട് നെയ്മീനാണ് ചെറുത് കിട്ടിയത്. ഇത് പെട്ടെന്ന് വേവുന്ന മീനാണ്. ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്യുക. തിക്കും തിരക്കും കൂട്ടരുത്. ഒന്ന് ആയി വരട്ടെ. കണ്ട എണ്ണയൊക്കെ മുകളിൽ വന്നു. ഇത് മീൻ കറി റെഡി. ഇവിടുത്തെ സുറുമ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ നെയ്മീൻ എന്ന് പറയും. ഫൈനലായി ഈ സാധനം ഇതിന് എടുത്ത് ഇങ്ങനെ ഉണ്ടോ കുറച്ച് ചോറ് അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ കൂടെ കൂട്ടി അത് കഴിക്കാം. ഓക്കെ, താങ്ക് യു.